ഒരു ബൾബും ബൾബ് ബോർഡർ അതേപോലെ 2 പിന്ന് പിന്നെ ഒരു 3 പിന്ന് കണക്ട് ചെയ്യുന്ന സോക്കറ്റ്. അത് 2 പിന്ന് കണക്ട് ചെയ്യുന്ന വാങ്ങുക, പക്ഷേ 3 പിന്ന് കണക്ട് ചെയ്യാൻ നല്ലത്. അപ്പോൾ അതിൽ ഫേസും ന്യൂട്രലും എർത്തൊക്കെ കണക്റ്റായി കിട്ടും. പിന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതിൽ നമ്മളിപ്പോൾ ഒരു ബോർഡോ അതേപോലെ അയണോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളത് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബൾബ് നല്ല പ്രകാശത്തിൽ കത്തും. അപ്പോൾ ആ ഒരു ബോർഡ് അല്ലെങ്കിൽ ആ ഏത് ഉപകരണം കണക്ട് ചെയ്തിരിക്കണ ആ ഉപകരണം കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ശരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതല്ല നമ്മൾ നേരിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള സർക്യൂട്ടിൽ എന്താ കമ്പോണൻസ് ഉള്ളത് അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സീരിയൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഒരു 2 പിന്നാണ്. ആദ്യം 2 പിന്ന് 2 വയറാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ 2 വയറിൽ ഒരു വയർ കട്ട് ചെയ്തിട്ട് നേരിട്ട് ബൾബിൻ്റെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 100 വാട്ട് ബൾബാണ് ഇതിന് കണക്ട് ചെയ്തത്. ഈ 100 വാട്ട് ബൾബിന് കണക്ട് ചെയ്തതിൽ ഒരു വയർ നേരിട്ട് ഈ ബൾബിൻ്റെ ഹോൾഡറിലേക്കും ഈ ബൾബിൻ്റെ ഹോൾഡറിൽ നിന്ന് ഒരു വയർ നേരിട്ട് ഈ 2 പിൻ സോക്കറ്റിലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ രണ്ടാമത്തെ വയർ നേരിട്ട് പോണത് നേരിട്ട് ഈ 2 പിന്നിലേക്ക് തന്നെ കണക്ട് ചെയ്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതിന് കണക്ട് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ബോർഡ് അതേപോലെ നല്ലൊരു സർക്യൂട്ടിലൊക്കെ കറണ്ടിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അതായത് നേരിട്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റിലാണെന്ന് വെച്ചാൽ ഈ ബൾബിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് കംപ്ലൈൻ്റ് ഇല്ലാത്ത സാധനമാണെന്ന് വെച്ചാൽ ബൾബ് കത്തില്ല, സാധനം ഓണാവുകയും ചെയ്യും, വർക്ക് ചെയ്യുകയും ചെയ്യും. നേരെ മറിച്ച് കംപ്ലൈൻ്റ് ഉള്ള സാധനമാണെന്ന് വെച്ചാൽ ഈ ബൾബ് നല്ല പ്രകാശത്തിൽ കത്തും, സാധനം വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൽ ഒരു ഷോർട്ടുണ്ട്, അതായത് ആ സർക്യൂട്ടിലൊരു ഷോർട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അതിൽ ആ സർക്യൂട്ടിൽ ഒന്നില്ലെങ്കിൽ റെക്ടിഫയറിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഷോർട്ട് അതിൽ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ സർക്യൂട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ കാരണം. അപ്പോൾ അതിന് കണക്ട് ചെയ്യാനുള്ളൊരു ചെറിയൊരു മെത്തേഡാണിത്, സീരിയൽ ലാമ്പിന് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് കൊടുത്താണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യണ ഒരു പരിപാടി മാത്രമാണ്. 2 പിന്ന് കണക്ഷൻ 2 പിന്ന് കൊടുക്കുക. ആ 2 പിന്നിൽ നിന്ന് ഒരു 2 വയർ നേരിട്ടിട്ടാണ് ഈ 3 പിന്നിലേക്ക് കണക്ഷൻ കൊടുക്കുക. അതിൽ കൊടുക്കണതിൽ ഒരു വയർ എടുത്തിട്ട് ഈ ബൾബിന് കണക്ട് ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നേരിട്ടല്ല കണക്ഷൻ പോകുന്നത്, ഈ ബൾബ് വഴിയാണ് കയറി ഇറങ്ങിയിട്ടാണ് ഇതിലേക്ക് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് വന്നോ അപ്പോൾ ഈ ബൾബിൽ അറിയാം നമുക്ക് എങ്ങനെയാണ് ബൾബ് നല്ല പ്രകാശത്തിൽ കത്തുന്നുണ്ടെങ്കിൽ ശരിക്കും അറിയാം അതിലെന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അതല്ല ബൾബ് കത്തില്ല, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോർഡിന് യാതൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അതാണ് ഈ സീരിയൽ ലാമ്പിൻ്റെ വർക്ക്. ഓക്കെ.